ഹായ് എല്ലാവർക്കും ലെയർ ഫാബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 3D പ്രിൻറ്റിംഗ് എന്ന് പറയുന്ന ടെക്നോളജിയുടെ ഡിഫറെൻറ്റ് ടൈപ്സിനെ പറ്റിയാണ്. ഇന്ന് ഇൻഡസ്ട്രിയിൽ പലതരത്തിലുള്ള 3D പ്രിൻറ്റിംഗ് ടെക്നോളജീസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓരോ ടെക്നോളജീസിലേക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് കടക്കാം. ലെറ്റ്സ് ഗോ. ആദ്യമായിട്ട് FDM ഫ്യൂസ്ഡ് ഡിപ്പോസിഷൻ മോഡലിംഗ്. ഏറ്റവും ചീപ്പസ്റ്റും ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതുമായ ഒരു 3D പ്രിൻറ്റിംഗ് ടെക്നോളജിയാണ് FDM 3D പ്രിൻറ്റിംഗ് ടെക്നോളജി. 3D പ്രിൻറ്റിംഗ് ടെക്നോളജിയിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും വളരെ ചെറിയൊരു വിലയിൽ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു 3D പ്രിൻറ്റിംഗ് ടെക്നോളജിയാണ് FDM. ഇതിൽ തെർമോപ്ലാസ്റ്റിക്സ് ആണ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ തെർമോപ്ലാസ്റ്റിക് ഫിലമെൻറ്റ് രൂപത്തിലാണ് യൂസ് ചെയ്യുന്നത്. ഈ ഫിലമെൻറ്റ് രൂപത്തിലുള്ള തെർമോപ്ലാസ്റ്റിക് ഒരു ചൂടുള്ള നോസിലൂടെ കടത്തിവിട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഈ 3D പ്രിൻറ്റിംഗ് ടെക്നോളജിയുടെ പ്രോസസ്സ്. അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് 3D പ്രിൻറ്റ് ചെയ്ത് നമുക്ക് ഡിസൈഡ് പാർട്ട് 3D പ്രിൻറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. രണ്ടാമത്തത് SLA അഥവാ സ്റ്റീരിയോലിത്തോഗ്രഫി. FDMൽ മെറ്റീരിയൽ ഫിലമെൻറ്റ് രൂപത്തിലാണെങ്കിൽ SLAയിൽ മെറ്റീരിയൽ ലിക്വിഡ് രൂപത്തിലാണ്. ഇതിൽ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഫോട്ടോ പോളിമർ റെസിനാണ്. ലിക്വിഡ് രൂപത്തിലുള്ള ഫോട്ടോ പോളിമർ റെസിനിൽ നിന്ന് സോളിഡ് ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് UV ലേസേഴ്സ് ആണ്. ഏതൊക്കെ ഭാഗങ്ങളിലാണോ UV ലേസേഴ്സ് പതിക്കുന്നത് ആ ഭാഗങ്ങളിൽ ഫോട്ടോ പോളിമർ റെസിൻ ലിക്വിഡിൽ നിന്ന് സോളിഡ് രൂപത്തിലേക്ക് മാറുന്നു. അങ്ങനെ ഒരു ലെയറിന് മുകളിൽ മറ്റൊരു ലെയർ സോളിഡായി നമുക്ക് ഡിസൈഡ് ഷേപ്പിലേക്ക് 3D പ്രിൻറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. മൂന്നാമതായി DLP അഥവാ ഡയറക്റ്റ് ലൈറ്റ് പ്രോസസ്സിംഗ്. DLP ടെക്നോളജി SLA ടെക്നോളജി പോലെ തന്നെയാണ്. ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഇവ തമ്മിൽ വ്യത്യാസമുള്ളൂ. SLA 3D പ്രിൻ്ററുകൾ ലേസർ ഉപയോഗിക്കുമ്പോൾ DLP 3D പ്രിൻ്റർ പ്രൊജക്ടർ ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഈ 3D പ്രിൻ്റർ വർക്ക് ചെയ്യുന്നത് SLA 3D പ്രിൻ്റേഴ്സിൻ്റെ അതേ വർക്കിംഗ് പ്രോസസ്സിലൂടെയാണ്. നാലാമതായി SLS അഥവാ സെലക്റ്റീവ് ലേസർ സിൻറ്ററിങ്. FDMൽ ഫിലമെൻറ്റ് രൂപത്തിലും SLAയിൽ ലിക്വിഡ് രൂപത്തിലുമാണ് മെറ്റീരിയൽ എങ്കിൽ SLSൽ മെറ്റീരിയൽ പൗഡർ ഫോമിലാണ് ഉള്ളത്. വളരെ സ്ട്രോങ്ങും ഫങ്ഷണലുമായിട്ടുള്ള പാർട്ടുകൾ 3D പ്രിൻറ്റ് ചെയ്യാൻ നമ്മൾ SLS ടെക്നോളജി യൂസ് ചെയ്യുന്നു. നൈലോൺ പോലുള്ള സ്ട്രോങ്ങസ്റ്റ് മെറ്റീരിയലുകൾ 3D പ്രിൻറ്റ് ചെയ്യാൻ SLS ടെക്നോളജിയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഈ ടെക്നോളജിയുടെ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഈ ടെക്നോളജിയുടെ പ്രോസസ്സുകൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. സെലക്റ്റീവ് ലേസർ സിൻറ്ററിങ്. പൗഡർ ഫോമിലുള്ള മെറ്റീരിയലുകൾ സെലക്ട് ചെയ്ത് ലേസർ ഉപയോഗിച്ച് സിൻറ്റർ ചെയ്യുകയാണ് ഈ പ്രോസസ്സിൽ ചെയ്യുന്നത്. ഇതുപോലെ ഓരോ ലെയറിന് മുകളിൽ മറ്റൊരു ലെയർ സിൻറ്റർ ചെയ്ത് നമുക്ക് ഫൈനൽ പാർട്ടിലേക്ക് എത്താൻ സാധിക്കുന്നു. അഞ്ചാമതായി DMLS അഥവാ ഡയറക്റ്റ് മെറ്റൽ ലേസർ സിൻറ്ററിങ്. ഈ ടെക്നോളജിയുടെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മെറ്റൽ പൗഡേഴ്സ് ലേസർ ഉപയോഗിച്ചുകൊണ്ട് സിൻറ്റർ ചെയ്യുകയാണ് ഈ പ്രോസസ്സിൽ ചെയ്യുന്നത്. മെറ്റൽ പാർട്ടുകൾ 3D പ്രിൻറ്റ് ചെയ്യാൻ DMLS ടെക്നോളജി വളരെയധികം സഹായിക്കുന്നു. ഏതൊരു മെറ്റൽ പാർട്ടും അതിൻ്റെ ഡിസൈൻ ഉണ്ടെങ്കിൽ നമുക്ക് 3D പ്രിൻറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ആദ്യം തന്നെ ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മൾ അതൊരു സ്ലൈസിങ് സോഫ്റ്റ്വെയറിൽ ഓപ്പൺ ചെയ്യുന്നു. സ്ലൈസിങ് സോഫ്റ്റ്വെയറിൽ ഓപ്പൺ ചെയ്ത് അതിനെ നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ട് സ്ലൈസ് ചെയ്യുന്നു. ഈ ഓരോ ലെയറുമാണ് ലേസർ ഉപയോഗിച്ചുകൊണ്ട് മെഷീൻ്റെ അകത്ത് നമ്മൾ സിൻറ്റർ ചെയ്യുന്നത്. ആദ്യമേ ഒരു ലെയർ പൗഡർ കോട്ട് ചെയ്യുന്നു. അതിനുശേഷം ആ ലെയറിനെ മുകളിൽ നിന്ന് ലേസർ ഉപയോഗിച്ച് ഹൈലി പവർഫുൾ ആയിട്ടുള്ള CO2 ലേസർ ഉപയോഗിച്ച് സിൻറ്റർ ചെയ്യുന്നു. ഈ ഹൈലി പവർഫുൾ ആയിട്ടുള്ള ലേസറിൻ്റെ സഹായത്തോടു കൂടി ഈ മെറ്റൽ പൗഡേഴ്സിന് ഫ്യൂഷൻ സംഭവിച്ച് അതൊരു സോളിഡ് പാർട്ടായി മാറുന്നതിനാണ് നമ്മൾ സിൻറ്ററിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ലെയർ സിൻറ്റർ ചെയ്തതിന് ശേഷം ബെഡ് താഴുകയും പുതിയൊരു ലെയർ മെറ്റൽ പൗഡേഴ്സ് കോട്ട് ചെയ്യുകയും അടുത്ത ലെയർ സിൻറ്റർ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഓരോ ലെയറിന് മുകളിൽ ഓരോ ലെയർ സിൻറ്റർ ചെയ്ത് നമ്മുടെ ഫൈനൽ പാർട്ട് 3D പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്നു. ആറാമതായി SLM സെലക്റ്റീവ് ലേസർ മെൽറ്റിംഗ്. SLM ടെക്നോളജി
പ്രോസസ് വൈസ് DLMS ടെക്നോളജിയുമായിട്ട് ഏകദേശം ഒരേപോലെയാണ്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇവ തമ്മിലുള്ളൂ. അതിൽ മെയിനായിട്ട് എടുത്തു പറയാനുള്ളത് SLM ടെക്നോളജിയിൽ ലേസർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മെറ്റൽ പൗഡേഴ്സ് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിന് മുകളിൽ ഹീറ്റ് ചെയ്യുന്നു. ബട്ട് DMLS ടെക്നോളജിയിൽ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിന് താഴെ ജസ്റ്റ് സിൻഡർ ചെയ്യുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. 400 വാട്ട്സ് മുതൽ 1 kW വരെ പവർഫുൾ ആയിട്ടുള്ള ലേസറുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മെറ്റൽ പൗഡേഴ്സിനെ മെൽറ്റ് ചെയ്യിക്കുന്നത്. മെറ്റൽ പൗഡേഴ്സ് മെൽറ്റിംഗ് പോയിൻറ്റിന് മുകളിൽ ചൂടാകുന്നതുകൊണ്ട് തന്നെ ഈ എൻറ്റയർ പ്രോസസ്സ് ഒരു ഇനേർട്ട് ഗ്യാസിൻ്റെ പ്രസൻസിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ലെയർ ബൈ ലെയറായിട്ട് 3D പ്രിൻ്റ് ചെയ്തതിന് ശേഷം ഈ 3D പ്രിൻ്റ് ചെയ്ത പാർട്ട് ബാക്കിയുള്ള മെറ്റൽ പൗഡേഴ്സിൽ നിന്ന് വേർതിരിക്കുകയും നമ്മുടെ ഡിസൈർഡ് പാർട്ട് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്നു. ഏഴാമതായി EBM ഇലക്ട്രോൺ ബീം മെൽറ്റിംഗ്. ഈ 3D പ്രിൻറ്റിംഗ് ടെക്നോളജിയിൽ നമ്മൾ ലേസറിന് പകരം ഇലക്ട്രോൺ ബീമുകളാണ് മെറ്റൽ പൗഡേഴ്സിനെ മെൽറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഒരേ സമയം ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺ ബീമുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരേ സമയം ഒന്നിൽ കൂടുതൽ പാർട്ടുകൾ നമുക്ക് 3D പ്രിൻ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ള മെറ്റൽ 3D പ്രിൻറ്റിംഗ് ടെക്നോളജികളായ SLM, DMLS ടെക്നോളജികളെക്കാളും ഫാസ്റ്റും ആക്യുറേറ്റുമായിരിക്കും ഇലക്ട്രോൺ ബീം മെൽറ്റിംഗ് 3D പ്രിൻറ്റിംഗ് ടെക്നോളജി. അങ്ങനെ ഓരോ ലെയറിന് മുകളിൽ മറ്റൊരു ലെയർ പ്രിൻ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫൈനൽ പാർട്ട് 3D പ്രിൻ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. എട്ടാമതായി ബൈൻഡർ ജെറ്റിംഗ്. ബൈൻഡർ ജെറ്റ് ടെക്നോളജിയിലും നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ പൗഡർ ഫോമിലാണ് ഉള്ളത്. ആദ്യം തന്നെ ഒരു ലെയർ ഓഫ് പൗഡർ മെറ്റീരിയൽ റീകോട്ട് ചെയ്യുന്നു. മൈക്രോൺ സൈസ് വലുപ്പമുള്ള പൗഡർ മെറ്റീരിയലുകൾ ഒരു ലെയർ കോട്ട് ചെയ്യുന്നു. അതിനുശേഷം മെഷീൻ്റെ പ്രിൻ്റ് ഹെഡ് ഈ പൗഡർ കോട്ടിങ്ങിന് മുകളിലൂടെ പാസ് ചെയ്യുന്നു. അങ്ങനെ ഈ പ്രിൻ്റ് ഹെഡ് മൂവ് ചെയ്യുന്ന സമയത്ത് വളരെ ഫൈനായിട്ടുള്ള ബൈൻഡർ ഡ്രോപ്ലെറ്റുകൾ ഈ പൗഡറിന് മുകളിൽ വീഴുന്നു. അങ്ങനെ ഈ ബൈൻഡർ ഡ്രോപ്ലെറ്റുകൾ വീഴുന്ന ഭാഗത്തുള്ള പൗഡറുകൾ വളരെ സ്ട്രോങ് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ ഡിസൈർഡ് ഷേപ്പിൽ ബൈൻഡർ ജെറ്റ് ഡ്രോപ്ലെറ്റുകൾ സ്പ്രേ ചെയ്തതിന് ശേഷം ആ പ്രിൻ്റ് ബെഡ് ഒന്ന് താഴുകയും അടുത്ത ലെയർ പൗഡർ റീകോട്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഈ എൻ്റെ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ പ്രോസസ്സ് ലെയർ ബൈ ലെയർ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ പാർട്ട് 3D പ്രിൻ്റ് ചെയ്തെടുക്കുന്നു. 3D പ്രിൻ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മെറ്റൽ പൗഡേഴ്സിൽ നിന്ന് നമ്മുടെ പാർട്ട് വേർതിരിച്ചെടുക്കുന്നു. അവസാനമായി 9th one മെറ്റീരിയൽ ജെറ്റിംഗ്. ഈ ടെക്നോളജിയുടെ പേര് പറയുന്ന പോലെ തന്നെ മെറ്റീരിയൽ ജെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. UV റെസിൻ മെറ്റീരിയൽ ഡിസൈർഡ് ഷേപ്പിൽ സ്പ്രേ ചെയ്യുന്നു. അതിനുശേഷം UV ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ ലെയർ ക്യൂർ ചെയ്യുന്നു. ഇതാണ് ഒരു ലെയറിൽ സംഭവിക്കുന്നത്. അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മുടെ ഡിസൈർഡ് പാർട്ട് 3D പ്രിൻ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് 3D പ്രിൻറ്റിങ്ങിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. താങ്ക് യു.